ഇടുക്കിയുടെ വിനോദസഞ്ചാര രംഗത്ത് അനന്ത സാധ്യതകളുള്ള കാൽവരി മൗണ്ടിൽ സന്ദർശകർക്ക് കൂടുതൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടിമാലി-കുമളി ദേശീയപാതയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കാമാക്ഷി പഞ്ചായത്തിൽപ്പെടുന്ന കാൽവരി മൗണ്ട്. ഒരു ഭാഗത്ത് ഇടുക്കി ജലാശയത്തിൻ്റെയും ചെറുതുരുത്തുകളുടെയും മനോഹര കാഴ്ചകളും, മറുഭാഗത്തേക്ക് നീങ്ങിയാൽ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള നിരവധി മലമടക്കുകളുടെയും നയന മനോഹര കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഈ ദൃശ്യഭംഗി ആസ്വദിക്കുവാൻ നൂറുകണക്കിന് സന്ദർശകരാണ് കാൽവരി മൗണ്ടിലേക്ക് ദിവസവും എത്തുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാൽവരി മൗണ്ടിൻ്റെ വികസനത്തിന് തടസ്സമാവുകയാണ്. ഇവിടെ എത്തുന്നവർക്ക് താമസ സൗകര്യമാണ് പ്രധാന പ്രശ്നം. 1-2 സ്വകാര്യ റിസോർട്ടുകൾ മാത്രമാണ് ഉള്ളത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 1 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ടൂറിസം സെന്ററിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. കൂടാതെ അടിമാലി-കുമളി ദേശീയപാതയിൽ നിന്നും ടൂറിസം സെന്ററിലേക്ക് 1 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഇവിടേക്കുള്ള റോഡിന്റെ പുനർനിർമ്മാണം ഉൾപ്പെടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ കാൽവരി മൗണ്ട് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. ധാരാളം വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലമായിട്ട് അല്പം കൂടെ അടിസ്ഥാനം, റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാനങ്ങളിൽ ഇച്ചിരി വികസനം കൊണ്ടുവന്നാൽ നമ്മുടെ നാടിനും നമ്മുടെ ടൂറിസം രംഗത്തും ഈ ജില്ലയ്ക്ക് തന്നെയും വളരെ പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികൾ മൂന്നാർ, രാമക്കൽമേട്, കുമളി, തേക്കടി വഴി മടങ്ങിപ്പോവുകയാണ് പതിവ്. എന്നാൽ ജില്ലാ ആസ്ഥാന മേഖലയിൽ മറ്റ് കേന്ദ്രങ്ങളോട് കിടപിടിക്കുവാൻ കഴിയുന്ന ടൂറിസം കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടും സഞ്ചാരികളുടെ മനസ്സിൽ ഇടം നേടുവാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകാത്തതാണ്. ഇതിനാകട്ടെ പ്രാദേശിക ഭരണകൂടങ്ങളും വനം വകുപ്പും KSEBയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അനിവാര്യവുമാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.